എളേരിയുടെ സാമൂഹ്യ രാഷ്ട്രീയ ഭൂമികയിൽ 6 പതിറ്റാണ്ടിന്റെ സംക്ഷിപ്ത വ്യക്തിത്വമാണ് മനേരി കുഞ്ഞമ്പു നായർ. ജീവിത വഴികളും നാടിന്റെ ചരിത്രവും ഒരേ കണ്ണിയിൽ കോർത്തെടുത്ത സവിശേഷ സാന്നിധ്യമാണ് മനേരി. കർഷക സമരങ്ങളുടെ കയ്യൂരിൽ നിന്നും മലയോര ഗ്രാമമായ എളേരിയിലേക്കുള്ള യാത്രയിൽ വിപ്ലവത്തെയും കൂടെ കൂട്ടിയിരുന്നു അദ്ദേഹം. തീക്ഷ്ണ യൗവനത്തിൽ ജന്മിനാടുവാഴിത്തത്തിനെതിരെ സന്ധ്യയില്ലാ സമരം നടത്താൻ അനുഭവങ്ങൾ കരുത്തേകി. എളേരിയിൽ അയിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തപ്പെട്ട സാധാരണക്കാർക്കു വേണ്ടി മുഷ്ടി ചുരുട്ടാനുള്ള ആർജവത്തിലൂടെയാണ് നേതൃസ്ഥാനത്തേക്ക് മനേരിയെ ഒരു ജനത എത്തിച്ചത്. ജന്മിയുടെ കോലവും മാത്രം ഓടുമെഞ്ഞ കാലത്ത് വെയിലും മഴയുമേറ്റ് ചെറ്റപ്പുരകളിൽ കർഷക തൊഴിലാളികൾ അഭയം തേടിയപ്പോൾ അവകാശങ്ങളുടെ ആത്മബോധം സാധാരണക്കാരിലേക്കെത്തിക്കാൻ മനേരിക്ക് സാധിച്ചു. 1957 EMS സർക്കാർ അധികാരത്തിൽ വന്ന് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയെങ്കിലും 1971 പൂർണ്ണമായും വയലുകളെല്ലാം പിടിച്ചെടുത്തത്. സാമൂഹ്യമായി വികസിച്ചു വന്ന എളേരിക്ക് ഒരു കോളേജ് വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പൊടോര കുഞ്ഞിരാമൻ നായരാണ്. മുൻ മുഖ്യമന്ത്രി EK നയനാരുടെ പ്രത്യേക സ്നേഹവായ്പിൽ എളേരി കോളേജ് ഉയർന്നു വന്നതിന് പിന്നിൽ പൊടോരയുടെയും മനേരിയുടെയും നിരന്തര പരിശ്രമമുണ്ടായിരുന്നു. എളേരിയുടെ സാംസ്കാരിക വളർച്ചയുടെ തിലകക്കുറിയായി മാറാൻ എളേരിത്തട്ട് ഗവൺമെൻറ് കോളേജിന് സാധിച്ചു. EK നയനാരുടെ നാമധേയത്തിൽ തലയെടുപ്പോടെ വളരുകയാണ് ഈ കലാലയം. നഗരത്തിൻ്റെ വേഗത ഏതുമില്ലാതെ ശാന്തമാണ് ഈ ക്യാമ്പസ്. തേജസ്വിനി പുഴയുടെ തീരത്ത് നോക്കത്താ ദൂരത്തോളം വയലുകളുള്ള കയ്യൂരിൻ്റെ ഇങ്ങേ തലയ്ക്ക് വെള്ളാട്ടി ഗ്രാമത്തിൽ മരുമക്കത്തായ് സമ്പ്രദായത്തിലായിരുന്നു മനേരിയുടെ ബാല്യകാലം. തോണി കടന്ന് പാലായ് സ്കൂളിലേക്ക് പഠനത്തിനായി ചേർന്നെങ്കിലും വിദ്യാഭ്യാസം മുഴുമിപ്പിച്ചില്ല. ജീവിതാനുഭവത്തിൻ്റെ നേർക്കാഴ്ചകളിൽ സ്വയം വാർത്തെടുത്ത വിജ്ഞാന പ്രതിഭയാണ് മനേരി. അക്ഷരാഭ്യാസത്തിനപ്പുറം ഓർമ്മശക്തിയുടെ തിളക്കത്തിൽ വാക്കുകളെ പടച്ചട്ടയാക്കാൻ മനേരിക്ക് കഴിഞ്ഞു. വാമൊഴിയുടെ വഴക്കത്താൽ പ്രസംഗങ്ങളെ അദ്ദേഹം സമരങ്ങളാക്കി മാറ്റി. യാതൊന്നും അതിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്നും മറ്റൊരു സഹായവും കിട്ടൂല. ഈ അയൽവാസി ഇവരെ ഒന്നും ഒരു സഹായവും കിട്ടൂല. പോയിട്ട് കളിക്കുക, ഇവരൊപ്പം പോയിട്ട് ആടുന്ന് ഇപ്പോൾ ഇതെല്ലാം ആയിട്ട് കളിക്കാന്നല്ല കവിഞ്ഞ് മറ്റൊരു സഹായം നമുക്ക് അന്യൊന്നുമില്ലേ. ഇന്നുണ്ടാവുന്നേ സാധാരണ ആടുന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, മറ്റൊന്നും പാടില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവർ വന്നാലും ഞങ്ങൾ ദൂരെ നിൽക്കണം. അവർ വന്നാൽ ആടുന്ന് കിണറ്റിൽ വെള്ളം എടുത്തു കൊടുക്കണം നമ്മ. പിന്നെ ഇപ്പോൾ നമ്മ കണ്ട അമ്പാടി ഞാനുമാണ് എടുത്ത ബാലസംഘത്തിൻ്റെ പാർട്ടിയുടെ എല്ലാം പ്രധാനപ്പെട്ട ആള്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പട്ടേറിൽ ഞാൻ ഇടയിലൊരു പോങ്ങാൻ അമ്പുഞ്ഞി എന്ന് പറഞ്ഞ ആളെ കുറുക്കം കടിച്ചു. കുറുക്കം കടിച്ചിട്ട് പിന്നെ മൂക്ക് മുറിഞ്ഞു. അയാൾ ആടുന്ന് റാക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആടുന്ന് അങ്ങനെ നമ്പീരെടുക്കുന്നതെന്ന് പറയുന്നിടത്തുനിന്ന് അങ്ങനെ ഇനി വരുന്നിടത്തുനിന്ന് അയാൾ പോയിട്ട് വേഗം ഇത് പിടിച്ചു, മൂക്ക് കഴിച്ചു. അപ്പോൾ അന്ന് ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസറെ സർട്ടിഫിക്കറ്റ് വേണം. വില്ലേജ് ഓഫീസർ 5 ഉറുപ്യ ഈ പറഞ്ഞ അയാൾ ഞങ്ങളോട് കൈക്കൂലി ചോദിച്ചു. ഞാനും അമ്പാടിയും പിന്നെ ഈ അതിനപ്പുറം അയ്പത്ത് അമ്പു എന്ന് പറഞ്ഞ എടുത്തുണ്ട്. ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ 3 നാൾ കൂട്ടിയിട്ട് പോന്നു. അപ്പം പിന്നെ അങ്ങനെ രക്ഷയില്ല. ഇടയിൽ ഇവനെ ഒന്ന് ആശുപത്രി കൊണ്ടുണ്ട്. ഇങ്ങനെ ചോര ഇങ്ങനെ വെച്ചു. അപ്പോൾ അന്നേരം ഞങ്ങൾ വേഗം പോയി നാരായണവാരെ കണ്ടു. നാരായണവാരെ അന്ന് കൈ പൊന്തിച്ച ബോട്ടിൽ ഇവിടുത്തെ പ്രസിഡൻ്റാണ്.
കുഞ്ഞിക്കോരൻ, പിന്നെ അങ്ങാടിലെ കുഞ്ഞിക്കോരൻ എന്ന് പറയുന്ന ആൾ മെമ്പറുമാണ്. പ്രസിഡൻറ്റിൻ്റെ ഇത് മേടിച്ചിട്ട് ഞങ്ങൾ ആസ്പത്രിയിൽ പോയി. ബെയ്യിൽ തന്നെ ഈ പട്ടേറുടെ ഭാഗത്ത് ക്ലായിക്കോട് വലിയ മീറ്റിംഗ് എല്ലാം സംഘടിപ്പിച്ച് ഏർപ്പാടാക്കി. അപ്പം അങ്ങനെയാണ് അന്നത്തെ സ്ഥിതി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ വേദനയോടെ CPIM-ൽ സജീവമായി. എന്നും കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിൻ്റെ സാഹോദര്യ ബന്ധം അദ്ദേഹം നിലനിർത്തി. എളേരിക്ക് ചുറ്റിലുമുള്ള പശ്ചാത്തല വികസന മേഖലയിൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുവാൻ മനേരി ജാഗ്രത പുലർത്തി. പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചപ്പോൾ വികസനത്തിൻ്റെ വെള്ളി വെളിച്ചം ഗ്രാമങ്ങളിലേക്കെത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇടതുപക്ഷ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹിയായി ഏറെക്കാലം പ്രവർത്തിച്ചു. കർഷക സംഘം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ചു. CPIM-ന്റെ ലോക്കൽ സെക്രട്ടറിയായും എളേരി ഏരിയ കമ്മിറ്റി അംഗമായും സഖാവ് മനേരി സുദീർഘമായി സേവനമനുഷ്ഠിച്ചു. ഞാനും വളരെ ചെറുപ്പത്തിൽ ഈ എളേരിയിൽ വന്നതാണ്. എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കയ്യൂർ കേസിലെ പ്രതിയും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഈ കയ്യൂർ കേസിലെ പ്രതികളായ 3 സഖാക്കൾ ഈ സ്കൂളിൻ്റെ പുറകിൽ നിന്ന് താമസിക്കുന്നുണ്ട്. ഞാൻ വരുന്ന കാലത്ത് ഇവിടെ സ്കൂളോ പിന്നെ മറ്റ് വിദ്യാലയങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും എതിരായി നടത്തിയ സമരത്തിൽ കൂടി ഈ നാട്ടിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെയധികം ത്യാഗപൂർണമായ ഒരു സ്ഥലമാണ് വിലയിരുത്തിട്ട്. ഈ കോളേജിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സഖാവ് നായനാർ ഒളിവുണ്ടായിരുന്നൊരു സ്ഥലം. അത് വെച്ച് തന്നെയാണ് നായനാർക്ക് ഈ എളേറ്റിൻ്റെ കോളേജിനോട് ഇതിൽ വളരെയധികം താല്പര്യത്തോടുകൂടി അദ്ദേഹം മന്ത്രിസഭ വന്നത്. മുഖ്യമന്ത്രിയായ ശേഷം തന്നെ ഈ എളേരിയിലെ കോളേജ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കർഷക സംഘത്തിൻ്റെ ഏറ്റവും സജീവമായ പ്രവർത്തനവും നേതാവുമായി കർഷക സംഘത്തിൻ്റെ എളേരി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് മനേരി ഈ മലയോര മേഖലയുടെ വികസന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് മറ്റാരേക്കാളും മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്ന വ്യക്തിയാണ് എന്ന്. വിശ്രമമില്ലാത്ത സമരജീവിതത്തിനിടയിൽ തണലായി ഭാര്യ കാർത്യായനി എന്നും ഒപ്പമുണ്ടായിരുന്നു. മക്കളില്ലാത്ത മനേരിക്ക് പ്രസ്ഥാനവും സഖാക്കളുമായിരുന്നു എല്ലാം. പതിറ്റാണ്ടുകൾ നീളുന്ന നിസ്വാർത്ഥ രാഷ്ട്രീയ സേവനത്തിൻ്റെ പ്രതീകമാണ് മനേരി. അധികാര സ്ഥാനമാനങ്ങളിൽ നിന്നും അകന്നുമാറി നടക്കാനായിരുന്നു മനേരിക്കിഷ്ടം. സഹജീവികളോടും നാടിനോടുമുള്ള അതുല്യമായ പ്രതിബദ്ധതയും നിഷ്കളങ്കതയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യസ്നേഹിയാണ് സഖാവ് മനേരി. നാട്യങ്ങളില്ലാത്ത ലാളിത്യത്തിൻ്റെ ജീവിത മാതൃകയാണ് സഖാവ് മനേരി കുഞ്ഞമ്പു നായർ. വരും തലമുറ വിപ്ലവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചെങ്കൊടി ഏറ്റുവാങ്ങുമെന്ന് മനേരി സ്വപ്നം കാണുന്നു. നാല് കൊല്ലം CPIയിൽ പ്രവർത്തിച്ചു. 68 മുതൽ പിന്നെ CPM-ൻ്റെ എളേരി ലോക്കൽ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചു. പിന്നീട് നീലേശ്വര AC എളേരി AC. എളേരിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 48 കാലഘട്ടത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായതാണ്. കൊടോര കുഞ്ഞിരാമൻ നായർ, നാരായണ വാര്യർ, പള്ളിയത്ത് കുഞ്ഞിരാമൻ നായർ ഇവരെ പോലീസ് പിടികൂടുകയും ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്തു. അതുകൂടാതെ ഇവിടെയുള്ള അമ്മമാരെ പേരെല്ലാം കുഞ്ഞുമ്പോട്ട് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് നടന്ന ഈ സംഭവത്തിൽ നായനാറെ ഇവിടെ പാർട്ടി ഷെൽട്ടർ ഏർപ്പെടുത്തിയ നായനാർക്ക് ഇവിടെയായിരുന്നു, എളേരിയായിരുന്നു. നായനാരെ ഇവിടെയുള്ള സഖാക്കൾ രക്ഷപ്പെടുത്തി
അതിൻ്റെ വൈരാഗ്യം മുഴുവൻ പോലീസും ഗുണ്ടകളും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെയാണ് തീർത്തത്. അപ്പോൾ ഈ നാട്ടിനോടുള്ള വൈകാരികമായ അടുപ്പാണ് നമുക്കിവിടെ ഒരു കോളേജ് നയനാർ മുഖ്യമന്ത്രിയായപ്പം കിട്ടാനുള്ള കാരണം. അന്നത്തെ ആ സംഭവത്തിൻ്റെ അന്ന് നടന്ന മർദ്ദനങ്ങളുടെ എല്ലാം ദൃക്സാക്ഷി ഇന്നിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അതൊക്കെ നേരിൽ കണ്ട ദൃക്സാക്ഷിയാണ് സഹമനിയേരി കുഞ്ഞുംപേട്ടൻ. പഴയ കമ്മ്യൂണിസ്റ്റുകാരെയും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കണ്ണി, ഇന്ന് ജീവിച്ചിട്ടുള്ള കണ്ണി, അതിലൊരാളാണ് മനിയേരി. അപ്പോൾ ഈ നയനാറുമായിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ ആ വൈകാരികമായ ബന്ധമാണ് പിന്നീട് നയനാർ മുഖ്യമന്ത്രിയായപ്പം വെള്ളേരിത്തട്ടിലൊരു കോളേജ് വരാനുള്ള കാരണം. അന്ന് ഈ ക്രൂരമർദ്ദനം നടക്കുന്ന കാലത്ത് കോളേജൊന്നും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ല. കോളേജ് പോയിട്ട് അന്നിവിടെ ഒരു പ്രൈമറി വിദ്യാലയം പോലും ഇല്ല. പ്രൈമറി വിദ്യാലയം പിന്നെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കാലത്താണ് വന്നത്. നയനാർ മുഖ്യമന്ത്രിയായപ്പം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് വീണ്ടും പ്രത്യാശയുണ്ടായി. പൊടോര കുഞ്ഞിരാമൻ നായരും മനിയേരി കുഞ്ഞുംപേട്ടനും പെരിയാറ്റ് കൃഷ്ണൻ നായർ അങ്ങനെയുള്ള ആളുകൾ നയനാറുമായിട്ട് സംസാരിച്ച് ആ ആശയം അപ്പോഴേ നയനാർ സമ്മതിച്ചു വെള്ളേരിക്ക് കോളേജ് തരാമെന്നുള്ള കാര്യം. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവരുടെ കൂടെ മുൻപന്തിയിൽ നിന്ന ഒരാൾ കൂടിയാണ് കുഞ്ഞുംപേട്ടൻ. ഇനി സ്ത്രീകൾ, അതുകൂടാതെ സ്ത്രീകളിൽ മർദ്ദന സഹിച്ചവരിൽ ഒന്നാണ് ഒരുപാട്ട് മാണിയമ്മ, എൻ്റെ അമ്മയാണ്. പിന്നെ കൊക്കിനെ വീട്ടിൽ ചിരിയമ്മ, പെരിയാത്ത് കൃഷ്ണനാരുടെ ഭാര്യ, ഈങ്ങയിൽ തമ്പായി, അതുകൂടാതെ അക്കുവമ്മ, മനിയേരി അക്കുവമ്മ, കുഞ്ഞുംപേട്ടൻ്റെ വലിയമ്മ, ഈ 4 സ്ത്രീകൾ. അതായത് പോലീസുകാരൊക്കെ തമ്പുരാൻ്റെ അടിയന്തരത്തിന് പോയപ്പോൾ കാട്ടിൽ നിന്ന് നമ്മുടെ സഖാക്കളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഈ ആൾക്കാർ വന്നു എന്നുള്ള വിവരം പോലീസുകാർക്ക് കിട്ടി. ആരാണ് വന്നതെന്നുള്ള അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോലീസുകാർ നരനായായിട്ട് നടത്തിയത്. അപ്പം പൊടോര കൃഷ്ണൻ നായർ, കുറുവാടൻ കുമാരൻ നായർ, നമ്മളെ വക്കീൽ വേണുവിൻ്റെ അച്ഛൻ, പിന്നെ ഒരാൾ കൂടി ഉണ്ട്, ആ കുറുവാടൻ കേടുനായർ. ഈ 3 പേര് അവർ കുഞ്ഞുംപേട്ടനെ ഒരല്പം കുഞ്ഞുംപേട്ടനേക്കാളും ഒരല്പം പ്രായത്തിൽ മൂന്നാണ്. അവരെ ജനനേന്ദ്രിയത്തിൽ പച്ചകിറുക്കിൽ കയറ്റിയായിരുന്നു. അപ്പോൾ ആ ക്രൂരമായ മർദ്ദനത്തിൻ്റെ ആ ഒരു തീഷ്ണത നിങ്ങളൊന്ന് ആലോചിച്ചാൽ നമുക്ക് വിരലുകൊണ്ട് കണ്ണിൽ തൊട്ടാൽ തന്നെ സഹിക്കാൻ പറ്റില്ല. ജനനേന്ദ്രിയത്തിൽ പച്ചകിറുക്കിൽ കയറ്റി മർദ്ദിക്കുക ചെയ്തവരെ അവരെ കൊണ്ട് പറയിക്കാൻ മതി. ഈ കുട്ടികൾക്ക് അറിയില്ല, ആരാ വന്നതെന്ന് അറിയില്ല. ഇന്നിപ്പം ചെറിയ 5 വയസ്സായ കുട്ടികൾക്കും പുട്ടിൻ ആരാണെന്നും നരേന്ദ്രമോദി ആരാണെന്നും രാജീവ് ആരാണെന്നോ രാഹുൽ ആരാണെന്നോ അല്ലെങ്കിൽ സുർജിത്ത് ആരാണെന്നോ അല്ലെങ്കിൽ യെച്ചൂരി ആരാണെന്നൊക്കെ അറിയാം. പക്ഷെ അന്ന് ഇവർക്ക് ആരെയും അറിയില്ല, എല്ലാം അമ്മാവന്മാർ മാത്രമാണ്. ആ ഒരു സിസ്റ്റം അന്ന് അങ്ങനെയായിരുന്നു. ഈ കുട്ടികളെ കൊണ്ട് അടിച്ച് പറയിക്കുക എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത കാര്യം എങ്ങനെ പറയാൻ പറ്റും? അപ്പം അതിക്രൂരമായ മർദ്ദനമാണ് സ്ത്രീകളും കുട്ടികളും പ്രായമായവരെ കൂടാതെ അനുഭവിച്ചത്. ഞാനൊന്നും അന്ന് ജനിച്ചിട്ടില്ല, പക്ഷെ ഈ സംഭവങ്ങളെല്ലാം ദൃക്സാക്ഷിയാണ് മനിയേരിയെ പോലുള്ള ആളുകൾ. പിന്നെ ഈ EMSൻ്റെ മന്ത്രിസഭ ആദ്യത്തെ 57-ത്തെ EMSൻ്റെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്ന് അന്ന് ആദ്യത്തെ EMSൻ്റെ തിരഞ്ഞെടുപ്പ് ആ മത്സരത്തിൽ നിന്നത്. ആ മത്സരകാലത്ത് തന്നെ നമ്മുടെ EMS കൂളിയാട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ കൂളിയാട്ട് പരിപാടി ആ മണ്ഡലത്തിൽ വെച്ചാൽ അതിൽ അന്നത്തെ EMSൻ്റെ മണ്ഡലം പരിപാടി നടക്കുന്നത് നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു സമാപന പരിപാടി. അപ്പോൾ ഞങ്ങളത് ഇരുന്ന് നടന്ന് മുക്കട പോയി, മുക്കടിൽ നിന്ന് ബോട്ടിന് പോയി, കാര്യംകോട് ഇറങ്ങി, കാര്യംകോട് നടന്നിട്ടാണ് ഇപ്പോൾ പോകുന്ന കാര്യംകോട് റോഡ് പുള്ളിക്കാരൻ ഗേറ്റിൽ നിന്ന് കടന്ന് പോയിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോയാണ് അവിടെ എത്തി EMS സ്റ്റേജിൽ EMS ഇവിടെ വന്നു, പുള്ളിയാട്ട് വന്നിട്ടുണ്ടായി EMS 57 തെരഞ്ഞെടുപ്പ്. അപ്പം അവിടെ കള്ളനും വൈദ്യരും ഒന്ന് 2 ആളായിരുന്നു നോക്കുന്നത്. അപ്പം സ്റ്റേജിൽ കയറി പ്രസംഗവും കാര്യങ്ങളെല്ലാം സമാപന സമ്മേളനം. അതിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു കൂളിയാട്ട് വന്നു പറഞ്ഞു.
ഇവിടോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ അന്നത്തെ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് താറിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര മുട്ടോളില്ല, മണ്ണും പൊടിയും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് യാത്രയായിട്ട് പോകും. അങ്ങനെ കൊരടിയും എരുതുകടിയും, എരുതുകടിയിൽ പത്തിടച്ചന്തൻ, ചെറിയന്തൻ, തൊട്ടിയിലെ ചെറിയന്തൻ, മുന്തൻ, അങ്ങനെ ആദിവാസികളായിട്ടുള്ള മറ്റ് നമ്മുടെ മയിലുവള്ളിയിലെ ഉണ്ടരാമൻ, പല പഴയ ആൾ, പൊടിക്കാരൻ രാമൻ ചെറുതി. പിന്നെ കോരടിയിൽ കുടിക്കാൻ ശങ്കര മുസൂർ, കൈപ്പുറം രാമേട്ടൻ മരിച്ച, പിന്നെ പനന്തട്ട് രാമേട്ടൻ, അങ്ങനെ പടിഞ്ഞാറ് വീട്ടിലെ അങ്ങനെ വിദ്യാർത്ഥിരാമൻ, അങ്ങനെ പല രാമസൂർ. ഇയാളെല്ലാം വന്നിട്ട് കോരടിയില്ല, കോരടി വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ കുന്നിങ്കിൽ കെരട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അവിടെയാണ് അന്ന് പോയി, കണ്ടത്തിലൂടെ പോയി അപ്പുറത്തെ അവിടെ പോയിട്ട് നമ്മളിപ്പം ഗുരുസ്വാമിയുടെ മന്ദിരമുണ്ടല്ലോ പൊളിയാട്ട്, അവിടെ അന്ന് എമ്മിൻ്റെ പൊതുയോഗം വെച്ച് നടക്കുന്നു. അപ്പോൾ അന്നത്തെ ജമ്മിത്വത്തിൻ്റെ കാഠിന്യൊരു സമയമായിരുന്നു. ജമ്മിത്വം അവസാനിക്കുന്നത് എമ്മിൻ്റെ ഗവൺമെൻറ് വന്നപ്പോഴാണ്. അപ്പോൾ ഇവിടെയുള്ള ജമ്മിമാരെയും ഗുണ്ടകളെല്ലാം വിളയാട്ടം അല്ലാത്ത രീതിയിലുണ്ടായിരുന്നു. എന്നാൽ കൂലത്ത് വന്നിട്ട് പോലീസുകാർ ക്യാമ്പടിക്കുകയും ഇവിടെ പഴയ നേതാക്കന്മാരെല്ലാം ശരിയാത്ത കിട്ടാട്ടം, നമ്മുടെ കാർണൂറും ചാത്തോട്ടൻ, ഇവരിങ്ങനെ കുറേ കാട്ടു കണ്ണാട്ടൻ, ഇവരെല്ലാം പള്ളിത്ത് ഇവരൊക്കെ കാട്ടിലെ ഒളിവിലാന്ന്. ആ സമയത്ത് വീടുകളിൽ വന്നിട്ട് പെണ്ണുങ്ങളെല്ലാം അനവധിയാരും മർദ്ദനിച്ചിട്ടുണ്ട്. ആ മർദ്ദനമൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് കുടി താഴ്ത്തണം, കുടി ഇനി ചെങ്കൊടി മേലോട്ട് വരാൻ പാടില്ല എന്നൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ട് പോയി നമ്മളിവിടെ പോലീസുകാരും ഇവിടെ തോന്നിയിട്ടൊരു കൂലമുണ്ടായിരുന്നു. പിന്നെ സഭ മെനീരി നമ്മളെല്ലാം പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ സഭ മെനീരെല്ലാം പിന്നെ വന്നു, കാനയല്ല. അതിനുശേഷം പിന്നെ ഞാൻ ലോക്കൽ കമ്മിറ്റി വന്നു. അപ്പോൾ ഞാൻ സജീവമായിട്ടുള്ള നല്ല പ്രവർത്തനത്തിലുണ്ടായി. ഇപ്പോൾ അതിന് ശേഷം ഞാൻ ലോക്കലിൻ്റെ അഭിയുക്ത ലോക്കൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇടയിലെ അഭിയുക്ത ലോക്കലിൻ്റെ തന്നെ കമ്മിറ്റിയിൽ വന്നു പറയാം 1990. അതിനുശേഷം പിന്നെ ഇവിടുന്ന് പറമ്പ് ലോക്കൽ സെക്രട്ടറി ആയിട്ട് പോകുമ്പോൾ തിരിച്ച് രണ്ടാമത് ഇവിടുന്ന് 6-7 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. 6 കൊല്ലത്തെ വ്യത്യാസം. ഇപ്പോഴും വളരെ അന്വേഷണം ചെയ്യും. ഇതെല്ലാം അവസാനിക്കാൻ വേണ്ടി ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറയും കാര്യങ്ങളും പഴയ കാലം കയറി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്നും സുഖമില്ലാതെ ലോകങ്ങളിൽ സുഖമില്ലാതെ മറ്റൊരു സുഖിപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ വലിയ പ്രവർത്തനമൊന്നും ലോക്കൽ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മളങ്ങനെ പോയില്ല. വീടുകളിൽ തന്നെ ഇങ്ങനെ അത്യാവശ്യമുള്ള രീതിയും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ സുഖമില്ലാണ്ടായി ഇതിൻ്റെ പോക്ക് പറയുന്നത് എത്തിയിട്ടാണ്. നമ്മുടെ പഴയ കാര്യങ്ങൾ എന്നാലും ഇന്നത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പഴയ കഷ്ടപ്പാടും കാര്യങ്ങളും അവരിന്ന് മനസ്സിലാക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ജന്മിച്ച് എങ്ങനെ അവസാനിക്കുന്നു ഇതിൻ്റെ കാര്യമൊന്നും അവരറിയുന്നില്ല. കൃഷിഭൂമി എങ്ങനെ കിട്ടിയെന്ന്